തീവ്രവാദ ഭീഷണി മുൻനിർത്തി കേരളത്തിലും അയോധ്യയിലും പത്താൻകോട്ടിലും ഈ വർഷം തന്നെ നാഷണൽ സെക്യൂരിറ്റി ഗാർഡ് യൂണിറ്റുകൾ രൂപീകരിക്കും. അയോധ്യയിലെ സെക്യൂരിറ്റി യൂണിറ്റ് 2 മാസത്തിനകം തന്നെ ആരംഭിക്കും. കേരളത്തിലും പത്താൻകോട്ടിലും ഈ വർഷം അവസാനത്തോടെയും ഇത് ആരംഭിക്കും. NSD യൂണിറ്റുകൾക്ക് പ്രത്യേക ആയുധങ്ങളും ആന്റി ഡ്രോൺ സംവിധാനവും ഉണ്ടാകും. അതിർത്തിയിടങ്ങളിലെ പോലീസ് സംവിധാനത്തെയും മറ്റ് സായുധ സേനാ യൂണിറ്റുകളെയും സഹായിക്കുകയും അടിയന്തര സാഹചര്യങ്ങളിലെ പ്രതികരണം വേഗത്തിലാക്കുകയുമാണ് NSD യൂണിറ്റുകൾ ആരംഭിക്കുന്നതിനോടുകൂടി ലക്ഷ്യമിടുന്നത് എന്നാണ് ഉന്നത ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാണിക്കുന്നത്. ജനുവരി 22 പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം അയോധ്യ ഭീകര സംഘടനകളുടെ ലക്ഷ്യങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് എന്ന റിപ്പോർട്ടുകൾ പരിഗണിച്ചാണ് പെട്ടെന്നുള്ള ഈ നീക്കം. തീരുമാനത്തിന് അന്തിമ രൂപം നൽകുന്നതിന് മുൻപ് ഈ പ്രദേശങ്ങളിൽ നിരവധി തവണ യോഗങ്ങൾ ചേർന്നിട്ടുമുണ്ട്. അതിർത്തി ജില്ലയായ പത്താൻകോട്ടും കേരളവും മതമൌലികവാദികളുടെ സാങ്കേതികമായി തീർന്നിരിക്കുകയാണ് എന്ന വിലയിരുത്തലും വന്നിട്ടുണ്ട്. പാൻ ഇസ്ലാമിക തീവ്രവാദ ഗ്രൂപ്പുകളുടെ ലോജിസ്റ്റിക് കേന്ദ്രമായി ഈ 2 പ്രദേശങ്ങളും മാറുന്നുവെന്നതിന്റെ തന്ത്രപരമായ പ്രാധാന്യം കണക്കിലെടുത്താണ് പത്താൻകോട്ടിലും കേരളത്തിലും NSD ഹബ്ബുകൾ സ്ഥാപിക്കുന്നത്. ഈ 3 യൂണിറ്റുകൾ കൂടി സജ്ജമാകുന്നതോടുകൂടി രാജ്യത്താകെ NSD ഹബ്ബുകൾ 8